എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ ക്യാമ്പസിലുള്ള 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ജോഗ്രഫി കോഴ്സിൻ്റെ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് പുതിയ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലത്ത് ഏറ്റവും സാധ്യതയുള്ള ഒരു കോഴ്സാണ് ജോഗ്രഫി. അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സാധ്യതകൾ, അതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ്റെ ഡേറ്റ്, ഇനിയും +2 പ്രവേശനം കഴിഞ്ഞ് +2 കോഴ്സ് കഴിഞ്ഞ് പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഇനിയും തീരുമാനമെടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ചോയ്സാണ്. അതായത് ജോഗ്രഫി കോഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് സാധ്യതകളെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിൽ ആണ് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ജോഗ്രഫി കോഴ്സ് ഉള്ളത്. അവിടെ മറ്റ് ചില കോഴ്സുകളും PG കോഴ്സുകളും ജോഗ്രഫിയിലുണ്ട്. പക്ഷെ ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 5-ാം തീയതി രാവിലെ 11 മണിക്ക് ഉള്ള സ്പോട്ട് അഡ്മിഷനിൽ +2 കഴിഞ്ഞ് ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. 11 മണിക്കാണ് അതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ഏതാനും ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ മലബാറിൽ തന്നെ ഈ ജോഗ്രഫി കോഴ്സ് നടത്തുന്ന ഏറ്റവും വൈവിധ്യമാർന്ന ഒരു കോഴ്സ് കൂടിയാണ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ പയ്യന്നൂർ ക്യാമ്പസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അവ്യക്തതകൾ, ചില രക്ഷിതാക്കളും കുട്ടികളൊക്കെ ചില സംശയങ്ങൾ നേരത്തെ ഉന്നയിച്ചത്, ഈ ജോഗ്രഫി പോലെയുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ അതിന് ഹ്യൂമാനിറ്റീസ് +2 പഠിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സയൻസ് സ്ട്രീമിലോ കൊമേഴ്സ് സ്ട്രീമിലോ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലോ നിങ്ങൾ +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നേരത്തെ മുൻ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സയൻസ് എടുത്ത കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് സിവിൽ സർവീസ് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സിവിൽ സർവീസ് നേടുന്നതിലെ ഒരു ഭാഗം ആളുകൾ പ്രധാനമായിട്ടും ഐച്ഛിക വിഷയമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ജോഗ്രഫിയാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ജോഗ്രഫി കോഴ്സ് എടുത്താൽ നമുക്ക് സാധിക്കും. മാത്രമല്ല ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്നുള്ളത് സാധാരണ നേരത്തെ തന്നെ മറ്റു വീഡിയോയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. 5 ഇയർ കോഴ്സിനകത്ത് 3 എക്സിറ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പഠനം നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഒപ്പം തന്നെ 4 വർഷമാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിഗ്രിയുടെ കൂടെ ഓണർ ബിരുദവും നിങ്ങൾക്ക് ലഭിക്കും. 5 വർഷമാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ PG ഉൾപ്പെടെയുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. മറ്റൊന്നാണ് ഇതിൻ്റെ സാധ്യതകൾ ടീച്ചിങ് മേഖലയിലാണ്. ഒരുപക്ഷെ ഈ മലബാറിനപ്പുറത്തേക്കാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ജോഗ്രഫി എന്ന് പറയുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കോഴ്സുകൾ നേരത്തെ തന്നെ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹയർ സെക്കൻഡറി HSST ജോഗ്രഫി, അതുപോലെ ഈ പറയുന്ന മറ്റു HSA സോഷ്യൽ സയൻസ്, അതുപോലെ കോളേജ് തലത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഈ അവിടെയുള്ള അധ്യാപന മേഖലയിലൊക്കെ ഈ നമ്മുടെ സാധ്യതകളെ ഇവിടെയുള്ള കുട്ടികൾക്ക് നേരത്തെ ഈ വിഷയം പഠിക്കാൻ വേണ്ടി സാധ്യമല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ കോഴ്സ് നമ്മുടെ മലബാറിൽ തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് ഈ കോഴ്സിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധ്യത അധ്യാപന മേഖലയിൽ ഇനി വരാനിരിക്കുന്ന ഒഴിവുകളുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഏറ്റവും ഈ കോഴ്സിന്റെ മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ഏരിയയിലൊക്കെയാണ് ഇതിന്റെ വിവിധ കോളേജുകളിലാണ് ജോഗ്രഫി നേരത്തെ കോഴ്സുകളായിട്ട് ഉള്ളത് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ എൻവയോൺമെന്റൽ മേഖലയിൽ, അതായത് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു വിഷയം എൻവയോൺമെന്റൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വളരെ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇതിന് വലിയ സാധ്യതകളാണ് ഈ കോഴ്സിനുള്ളത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാലാവസ്ഥാ നിരീക്ഷണം, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ക്ലൈമറ്റോളജിസ്റ്റായിട്ട്, അതുപോലെ തന്നെ ജിയോമോർഫോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ് പോലെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ നമുക്ക് ഈ ജോഗ്രഫി 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ജോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫി PG യോട് കൂടിയുള്ള പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്.
മറ്റൊന്ന്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റുള്ള മാപ്പിംഗ് സംവിധാനത്തിലെ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്ന വലിയൊരു സാധ്യത ഈ ജോഗ്രഫി കോഴ്സിലൂടെ അതിൽ മാപ്പിംഗ് വരും. ചാർട്ട്, ഗ്ലോബ്, മോഡൽസ് ഒക്കെ അടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്ന ഒരു മേഖല. അപ്പം ഇത് ഈ ഇത്തരത്തിലുള്ള, അപ്പോൾ എൻവയോൺമെന്റ് എന്നൊക്കെ പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ജിയോ ഇൻഫോർമാറ്റിക്സ്, പുതിയ കാലത്തിനകത്ത് നമ്മൾ പുതിയ തലത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഡാറ്റ സയൻസിന്റെയും സൈബർ സെക്യൂരിറ്റീൻ്റെ ഒക്കെ കൂടെ ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ന്യൂജൻ ആയിട്ടുള്ള പുതിയ കാലത്തെ ഒരു കോഴ്സാണ് ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഉള്ള നമുക്ക് സാധ്യതകളും ഈ ജോഗ്രഫിയിലൂടെ നമുക്ക് നേടാൻ വേണ്ടി പറ്റും. റിമോട്ട് സെൻസിങ് ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെയാണ് ഇന്ന് മറ്റൊന്ന് നമ്മുടെ സൊസൈറ്റി ചർച്ച ചെയ്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചില സാധ്യതകൾ. അതിനൊക്കെ നമുക്ക് ഈ ജോഗ്രഫി കോഴ്സുമായി ബന്ധപ്പെട്ട് സാധ്യമാകുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ റിസർച്ച് മേഖലയിലേക്ക് PhD ഒക്കെ കഴിഞ്ഞ് റിസർച്ച് മേഖലയിലേക്ക് സാധ്യത, അതിന് സയന്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു സാധ്യതയാണ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ ഈ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, സർവേ ഓഫ് ഇന്ത്യ പോലെയുള്ള. അപ്പോൾ അതുകൊണ്ട് സയന്റിസ്റ്റ് അതുപോലെ റിസർച്ച് മേഖലയിലേക്ക് വലിയ സാധ്യതയാണ്. സിവിൽ സർവീസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒപ്പം തന്നെ ടീച്ചിങ് മേഖലയുടെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് കൂടുതലായിട്ട് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുകൂടി 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. 3 എക്സിറ്റുകളെ കുറിച്ച്, സാധാരണ 5 ഇയർ എല്ലാ കോഴ്സുകളെ കുറിച്ചും പറഞ്ഞു. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെയുള്ള വിഷയങ്ങൾ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ EVS ആണ് മറ്റൊരു ഇതിന്റെ സബ് ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ സയൻസിനൊക്കെ വലിയ സാധ്യതയുള്ള ഒരു കാലത്ത് ജിയോഗ്രഫി നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ചിലപ്പോൾ +2 കഴിഞ്ഞ് ഇനിയും പ്രവേശനം ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ സ്പോട്ട് അഡ്മിഷൻ. അപ്പോൾ കൃത്യമായിട്ട് ഓഗസ്റ്റ് 5-ാം തീയതി 11 മണിക്കാണ് പയ്യന്നൂർ എടാട്ടുള്ള സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഈ സെലക്ഷൻ നടക്കുന്നത്. ജോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സയൻസ് ആസ് വെൽ ആസ് ആർട്സ് എന്നാണ് ഈ കോഴ്സിനെ കുറിച്ച് നമ്മൾ സാധാരണ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. അതായത് നമുക്ക് എർത്ത് എന്ന് പറയുന്നത് എർത്ത് ആസ് എ ഹോം ഓഫ് മാൻ എന്നുള്ളതാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സാധ്യത പുതിയ കാലത്ത് ഈ ജോഗ്രഫി വിഷയത്തിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ഉപയോഗപ്പെടുത്താം. +2 കഴിഞ്ഞ് ഉള്ള കുട്ടികളിലേക്ക് പരമാവധി വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി.